ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരാളുടെ സ്ട്രാറ്റജിയും കോപ്പി ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ പറ്റുന്നൊരു സ്ട്രാറ്റജി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഇപ്പം ഞാൻ മലയാളമായിരുന്നു ഓപ്ഷനിൽ എടുത്തത്. അതിന് ഏറ്റവും വലിയ റീസൺ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം അത് കുറച്ച് ബോറിങ് പരിപാടിയാണ്, കുറേ സബ്ജക്റ്റ് കുറേ ദിവസം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മലയാളം എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആവാം, കുറച്ച് പിന്നെ എന്താ പറയുക, ഏതെങ്കിലും നോവലോ കവിതയൊക്കെ വായിച്ചിട്ട് ആ സമയം കളയാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് ബോറായിട്ട് തോന്നുകയാണെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റുക എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ സ്ട്രാറ്റജി എല്ലാം. പഠനത്തെ ഒരിക്കലും ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടോ അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടോ മാറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ 2 വർഷത്തോളം ഞാൻ വീടിനകത്തിരുന്നതുകൊണ്ട് എനിക്ക് ആ സമയത്ത് കുറേ സബ്ജക്റ്റുകൾ പഠിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റിന് ഇത്ര സമയം ഇത്ര നേരം എന്നതിനേക്കാൾ കൂടുതൽ ആ സബ്ജക്റ്റ് ഏറ്റവും ഒരു പേജാണെങ്കിൽ കൂടി ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റി എൻ്റെ സ്ട്രാറ്റജി. പിന്നെ എനിക്ക് തീരെ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ സീരീസ് കാണും, സിനിമ കാണും. പിറ്റേ നെക്സ്റ്റ് ഡേ അതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഈ ദിവസം പോയി കഴിഞ്ഞ സാധനം കുറച്ചും കൂടി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇതൊരു ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു സാധനമല്ല. അപ്പം ഒരു ദിവസം നമ്മൾ കുറച്ച് ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അത് ആ സമയം കൂടി കൂടുതലായിട്ട് യൂസ് ചെയ്യണം.